പരാതിയിൽ മുൻകൂർ ജാമ്യ ഹർജി തള്ളിയിട്ടും രാഹുൽ മാങ്കൂട്ടത്തിൽ ഒളിവിൽ തുടരുന്നു. രാഹുലിന് രക്ഷപ്പെടാൻ സൗകര്യമൊരുക്കിയ ഡ്രൈവറെയും സ്റ്റാഫിനെയും കേസിൽ പ്രതി ചേർത്തു. മുൻകൂർ ജാമ്യം തേടി രാഹുൽ ഹൈക്കോടതിയെ സമീപിച്ചിട്ടുണ്ട്. രണ്ടാമത്തെ പരാതിയിൽ AIG പൂങ്കുഴലിയുടെ നേതൃത്വത്തിൽ SITക്ക് കീഴിൽ മറ്റൊരു സംഘത്തെയും രൂപീകരിച്ചു. രാഹുലിനെ കർണാടക ബാഗല്ലൂരിലെത്തിച്ചത് സ്റ്റാഫ് അംഗമായ ഫസലും ഡ്രൈവർ ആൽവിനുമാണ്. ബാഗല്ലൂരിൽ നിന്ന് മറ്റൊരു കാറിൽ പോയെന്നാണ് ഇരുവരുടെയും മൊഴി. ഇവർ സഞ്ചരിച്ച കാർ കസ്റ്റഡിയിലെടുത്ത് കേരളത്തിലെത്തിച്ചു. ഒളിവിൽ പോകാൻ സഹായിച്ചതിനാണ് ഫസലിനെയും ആൽവിനെയും പ്രതി ചേർത്തത്. യുവതി മുഖ്യമന്ത്രിക്ക് പരാതി നൽകിയതിനു പിന്നാലെ മുങ്ങിയ രാഹുലിനായി പ്രത്യേക അന്വേഷണ സംഘം 9ാം ദിവസവും തിരച്ചിൽ തുടരുകയാണ്. മുൻകൂർ ജാമ്യ ഹർജി തള്ളിയിട്ടും രാഹുൽ പോലീസിന് പിടി നൽകിയിട്ടില്ല. കർണാടക കേന്ദ്രീകരിച്ചായിരുന്നു ഇന്നും അന്വേഷണം. കഴിഞ്ഞ ദിവസം ഹോസ്ദുർഗ് കോടതിയിൽ കീഴടങ്ങുമെന്ന അഭ്യൂഹമുണ്ടായിരുന്നു. കീഴടങ്ങാനുള്ള മറ്റൊരു നീക്കം രാഹുലിന്റെ ഭാഗത്തു നിന്നുണ്ടാകില്ലെന്നാണ് അന്വേഷണ സംഘത്തിന്റെ വിലയിരുത്തൽ. ബലാത്സംഗ കുറ്റം നിലനിൽക്കില്ലെന്ന് ചൂണ്ടിക്കാണിച്ചാണ് രാഹുൽ ഹൈക്കോടതിയിൽ ജാമ്യ ഹർജി നൽകിയത്. പരാതി നൽകാൻ കാലതാമസമുണ്ടായെന്നും നടപടിക്രമങ്ങൾ പാലിച്ചല്ല പരാതി നൽകിയതെന്നും ഹർജിയിൽ ചൂണ്ടിക്കാണിക്കുന്നു. അതിനിടയിലാണ് രാഹുലിനെതിരായ 23-കാരിയുടെ പരാതിയിൽ AIG പൂങ്കുഴലിയുടെ നേതൃത്വത്തിൽ 3 വനിതാ ഉദ്യോഗസ്ഥരെ കൂടി ഉൾപ്പെടുത്തി പ്രത്യേക അന്വേഷണ സംഘം വിപുലീകരിച്ചത്. പെൺകുട്ടി സമയമറിയിച്ചാൽ സംഘം മൊഴിയെടുക്കും. അതേസമയം അതിജീവിതയെ അപമാനിച്ച കേസിൽ ജയിലിൽ തുടരുന്ന രാഹുൽ ഈശ്വറിന്റെ ജാമ്യ ഹർജിയിൽ നാളെ വിധിയുണ്ടാകും. മീഡിയ 1 തിരുവനന്തപുരം.